Hello friends, welcome to IC Engineering Academy. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ബാർ ട്രേസർ എക്സാമിൻ്റെ സിലബസിലുള്ള മെക്കാനിക്കൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലാസ്റ്റ് ഇയറിൽ 35 മാർക്കിനടുത്താണ്. ടോട്ടൽ 100 മാർക്കിൽ 35 മാർക്സിനടുത്ത് നിങ്ങൾക്ക് മെക്കാനിക്കൽ ടോപ്പിക്സ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു PSC എക്സാം എഴുതുന്ന ഒരാൾക്ക് അറിയാം 35 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ 100 മാർക്കിൽ നമുക്കൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 35 മാർക്ക് എന്ന് പറയുന്നത്, അപ്പോൾ സിവിലിൻ്റെ ടോപ്പിക്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏകദേശം എല്ലാവരും ഏകദേശം ഒരുപോലെ പെർഫോം ചെയ്യും. എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മെക്കാനിക്കൽ ടോപ്പിക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും നിങ്ങളെ റാങ്ക് മെയിൻലി ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഞാനതിൻ്റെ ഒരു സിലബസ്, കാരണം ഏതൊരു സംഭവം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്, നമ്മൾ അറിയേണ്ട 2 സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് ആ കോഴ്സിൻ്റെ ഒരു ഔട്ട്ലൈന്, അതായത് സിലബസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്, ഏത് ലെവലിലാണ്. ഈ പറയുന്ന മെക്കാനിക്കൽ ടോപ്പിക്സ് തന്നെ നിങ്ങൾക്ക് ബേസ് ലെവലിൽ നിന്ന് തൊട്ടിട്ട് ഹയർ ലെവൽ, ഒരു ഗേറ്റ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം ഇതൊരു ഗ്രേഡ് 3 എക്സാം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാറ്, ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഔട്ട്ലൈന്, സിലബസിൻ്റെ ഒരു ഔട്ട്ലൈന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്റ്റാഫ് പറയുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏകദേശം ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മനസ്സിലാവും. അതിൻ്റെ കൂടെ നമ്മൾ ഓരോ ടോപ്പിക്സിൻ്റെയും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ചോദിച്ചതും അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂടെ ക്ലാസ് നോട്ട്സും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ മികച്ച രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം 35ഓളം മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 35 മാർക്കും കോർ മെക്കാനിക്കൽ ടോപ്പിക്സ് ഒന്നുമല്ല, ഇതിലെ കുറേ മാർക്കൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ഇതിൽ ഗ്രാഫിക്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിലെ മാർക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് വരുന്നതാണ് നമ്മൾ ബേസിക് സയൻസ്, അതായത് യൂണിറ്റ്, ഡയമെൻഷൻസ്, പിന്നെ വെയിറ്റ്, ഡെൻസിറ്റി സംഭവങ്ങൾ, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അത് മൊത്തത്തിലാണ് ഞാൻ എന്തെന്ന് പറഞ്ഞത് 35 മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 20-25 മാർക്കാണ് എന്ത് വരുന്നത്, കോർ മെക്കാനിക്കൽ ടോപ്പിക്സ് വരുന്നത്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറിൽ കുറച്ചൊക്കെ, അതല്ലാതെ കൂടുതൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ടോപ്പിക്ക് വരുന്നത് ഏകദേശം അത്രയും മാർക്കിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സിലബസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഔട്ട്ലൈനായിട്ട് പറയാം. അതുപോലെ സിലബസ് നമ്മൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആപ്പിൽ നിന്ന്. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സിലബസ് പറയാം. ഓക്കെ, സോ മെക്കാനിക്കൽ സിലബസ് വരുന്നത് ഫസ്റ്റ് വൺ മെഷീൻ ടൂൾ. പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന മെക്കാനിക്കലിൻ്റെ ടോപ്പിക് എന്ന് വരുന്നതാണ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെഷീൻ ടൂൾസിൽ വരുന്നത് ഒരു 4-5 മെഷീൻസ്, ലേത്ത് മെഷീൻ, മില്ലിംഗ് മെഷീൻ, പ്ലാനിങ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, എക്സെട്ര, സ്ലോട്ടിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ. ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്നില്ല, ഏകദേശം പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് സിലബസ് അല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരൊക്കെ മെഷീൻസിൻ്റെ എന്ത് വരുന്നുണ്ട്, പാർട്സ്, ടൈപ്സ്, ഓപ്പറേഷൻസ്, അതുപോലെ അതിൻ്റെ ആക്സസറീസ്, എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, മെഷീൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്ക് എന്ന് വരുന്നത്. ഏകദേശം എനിക്കൊന്ന് ഈ പറയുന്ന മാർക്കിൽ 3-4 മാർക്ക്, 4 മാർക്കോളം നിങ്ങൾക്ക് ഈ മെഷീൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്ക് എന്നാണ് ലാസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ IC എൻജിൻസ്. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ബേസിക് മെക്കാനിക്കലിൽ. സോ IC എൻജിനാണ് സെക്കൻഡ് ടോപ്പിക്ക് വരുന്നത്. IC എൻജിനിൽ വരുന്നത് ഇതുപോലെ തന്നെ എൻജിൻ്റെ പാർട്സ്, ദെൻ 2-stroke and 4-stroke engines, 2-stroke and 4-stroke engine, petrol and diesel engines, പിന്നെ IC എൻജിൻസിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ്, കാർബറേറ്റർ, ഫ്യൂൽ ഇഞ്ചക്ടർ, ഫ്യൂൽ പമ്പ്, ഈ സംഭവങ്ങളൊക്കെ, കാർബറേറ്റർ, ഫ്യൂവൽ പമ്പ്, അതുപോലെ ഫ്യൂവൽ ഇഞ്ചക്ടർ, എക്സെട്ര. ഓക്കെ, ഇത്രയാണ് ഇത് വരുന്നത് IC എൻജിൻസ് നിന്ന്. ഇതിന്ന് അതുപോലെ നിങ്ങൾക്ക് ഏകദേശം 2 മാർക്കോളം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആ പറയുന്ന ഇതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നൗ തേർഡ് വരുന്ന ടോപ്പിക്കാണ്
ബിയറിങ്സ് ചെറിയൊരു ടോപ്പിക്കാണ്. ഒരു മാർക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ്. ബിയറിങ്സിൽ വരുന്നത് ടൈപ്സ്, അപ്ലിക്കേഷന്, പിന്നെ ഇത് പറയുന്ന എല്ലാത്തിലും വരുന്ന ഒന്നാണ് നോമൻക്ലിയേച്ചർ. അല്ല, നമ്മൾ ഈ പാർട്സിൻ്റെ അതുപോലെ സംഭവങ്ങളൊക്കെ എല്ലാത്തിൻ്റെ നെയിംസ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് വരുന്നുണ്ട്? നോമൻക്ലിയേച്ചർ. ഇതാണ് ഇത് വരുന്നത്, ഇത്രയും ഭാഗം വരുന്നത്. ദെൻ അടുത്ത വരുന്ന ടോപ്പിക്ക് നമ്മളെ പവർ ട്രാൻസ്മിഷൻസ്. ദാറ്റ് മീൻസ് ബെൽറ്റ്, ഗിയർ ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. ബെൽറ്റ്, ഗിയർ ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സെയിം വരുന്നത്. അതായത് എന്താണ്? ടൈപ്സ്, പാർട്സ്, നോമൻക്ലിയേച്ചർ, സ്റ്റാൻഡേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഈ പ്രത്യേകം ഇതിലോട്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ആൻഡ് ഗിയർ, ചെയിൻ ഡ്രൈവ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ഒന്നാണ് വെലോസിറ്റി റേഷ്യോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത്? മെറ്റീരിയൽസ്, നമ്മൾ ബെൽറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതാണ്, ഇതിൻ്റെ വെലോസിറ്റി റേഷ്യോസ്, തന്നെ ടൈപ്സ് എന്ത് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് അതുപോലെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നമ്മളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ വരുന്നത്. എല്ലാം ആ ഒരു ടൈപ്സ്, പാർട്സ്, നോമൻക്ലിയേച്ചർ, ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, ഈ രീതിയിൽ തന്നെയാണ് എന്ത് വരുന്നത്? എല്ലാത്തിനും വരുന്നത്. ദെൻ അടുത്ത നിങ്ങൾ ടോപ്പിക്കിൽ വരുന്നതാണ് ക്യാംസ്. സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈപ്സ്, നോമൻക്ലിയേച്ചർ, ആപ്ലിക്കേഷൻസ്. നമുക്ക് എഴുതുന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരുന്നതാണ്. ടൈപ്സ്, ആപ്ലിക്കേഷൻസ്. ദെൻ അടുത്ത നിങ്ങളെ സിലബസിൽ വരുന്നത് മെഷീൻ ഡ്രോയിങ്. മെഷീൻ ഡ്രോയിങ്ങിൽ വരുന്നത് സ്പെസിഫിക്കേഷൻസ്, സ്റ്റാൻഡേർഡ്സ്, നോമൻക്ലിയേച്ചർ. അത് നമ്മളെ സ്ക്രൂ ത്രെഡ്സ്, നട്ട് ആൻഡ് ബോൾട്ട്, പിന്നെ ഡിഫറെൻറ്റ് ജോയിൻസ്, പിൻ ആൻഡ് കോട്ടർ ജോയിൻസ്, റിവറ്റഡ് ജോയിൻസ്, വെൽഡിംഗ് ജോയിൻസ്, ഈ പറയുന്ന സംഭവങ്ങളെയൊക്കെ സ്റ്റാൻഡേർഡ്സ് എന്താണ്. അതുപോലെ നോമൻക്ലിയേച്ചർ, ടൈപ്സ്, ഇതൊക്കെ വരുന്നതാണ്. അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രൂ ത്രെഡ്സ്, നട്ട് ആൻഡ് ബോൾട്ട്, ജോയിൻസ് എന്ന് പറയുമ്പോൾ പിൻ ആൻഡ് കോട്ടർ ജോയിൻസ്, വെൽഡഡ് ജോയിൻസ്, റിവറ്റഡ് ജോയിൻസ്, എക്സെട്ര. ഇതിൻ്റെയൊക്കെ നമ്മൾ ആ ജോയിൻസുകളും നമ്മൾ ടൈപ്സ് കംപ്ലീറ്റ് അതൊന്നും പഠിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ മെഷീൻ ഡ്രോയിങ്ങിൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡുകളും അതുപോലെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾക്ക്. അടുത്ത വരുന്ന ടോപ്പിക്ക് സർഫസ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ്. നമ്മൾ സർഫസിൻ്റെ അതുപോലെ ഒരു സർഫസിൻ്റെ എത്രത്തോളം അതിൻ്റെ സർഫസ് ഇൻഡെക്സ് വരുന്നുണ്ടെന്നുള്ള കാര്യം, ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസ്, ഈ സംഭവമാണ് വരുന്നത്. ദെൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഞാൻ ഇതായിട്ട് എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ ഗ്രാഫിക്സിൽ സ്ഥിരം ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേറെ പല ഓവർസിയർ എക്സാമിനും വരുന്നത് തന്നെയാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ലൈൻസ് ആൻഡ് പ്ലെയിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻസ്. നിങ്ങൾക്കറിയാം ഒബ്ലിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, അതുപോലുള്ള സംഭവങ്ങൾ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർവ്സ്, എലിക്സ്, അതുപോലെ പിന്നെ അത് വരുന്നത് പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മളെ ജോമെട്രീസ്, എലിപ്സ്, പാരാബോള, എക്സെട്ര. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ഗ്രാഫിക്സിൽ പിന്നെ വരുന്നതാണ് നമ്മളെ ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 3 പോയിന്റ് ആണോ 2 പോയിന്റ്, ആ രീതിയിലുള്ള കംപ്ലീറ്റ് ഗ്രാഫിക്സിൽ വരുന്നത്. അതിൻ്റെയൊക്കെ ബേസിക്സ് നിങ്ങൾക്ക് സ്ഥിരം ഓവർസിയർ എക്സാമിന് വരുന്ന ഒരു ടോപ്പിക് തന്നെ. ഓക്കെ, ദെൻ ലാസ്റ്റ് കൊണ്ട് വരുന്നത് ബേസിക് സയൻസ് അല്ലെങ്കിൽ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് സയൻസ് അല്ലെങ്കിൽ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ്, അതുപോലെ മാസ്, ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വോളിയം, പ്രഷർ, ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 35 മാർക്ക് എന്നുള്ള രീതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ മെഷീൻ ടൂള്, IC എൻജിൻസ്, ബിയറിങ്സ്, ബെൽറ്റ്, ഗിയർ ആൻഡ് ചെയിൻ ഡ്രൈവ്സ്, ക്യാംസ്, മെഷീൻ ഡ്രോയിങ്, സർഫസ് സ്ട്രക്ചർ, ഗ്രാഫിക്സ് ആൻഡ് ബേസിക് സയൻസ് അല്ലെങ്കിൽ ബേസിക് സയൻസ്. എത്രയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് സിലബസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗം ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക്സ് ആൻഡ് ബേസിക് സയൻസ് നിങ്ങൾ കൂടുതൽ പേർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്കിപ്പോൾ ഇത് നിങ്ങൾ സിവിലിൻ്റെ എക്സാമാണ്, ഓവർസിയർ ഗ്രേഡ് 3 എക്സാമാണ്. ഒരിക്കലും ഈ സംഭവങ്ങൾ ഒരുപാട് ഡീപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് വൈഡായിട്ട് പോയിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മളൊരു തിയറി എക്സാം ചെയ്തലോ അല്ലെങ്കിൽ കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലാക്കലുള്ള നമ്മളെ ഉദ്ദേശം. അതാദ്യം മനസ്സിലാക്കുക, നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നു ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവങ്ങളെ മനസ്സിലാക്കി വെക്കുക. ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടുതൽ നെയിംസുകൾ, ആ പാർട്സ് എന്താണ്,
ഈ സംഭവം എന്താണ്, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇത് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ നല്ല രീതിയിലുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് ലേത്ത് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ, മെഷീൻ ടൂൾ ലേത്ത് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ നോട്ടുകൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി നോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ കൂടെ നോട്ടും കൂടെ പഠിച്ചിട്ട് നമ്മൾ മാക്സിമം MCQ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മൾ വേണ്ടത്. അല്ല നിങ്ങൾ ഒരുപാട് ബുക്സുകൾ എടുത്ത് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, അതനുസരിച്ച് നല്ലൊരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട്സ് തന്നെ നിങ്ങൾ 3, 4, 5 നിങ്ങൾക്ക് എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമോ അത് ബൈഹാർട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ടോപ്പിക്ക് 1 by 1 ആയിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഞാനിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മെഷീൻ ടൂളിലെ ലേത്ത് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേത്ത് ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ബാക്കി മെഷീൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെഷീൻ ടൂൾ എന്നുള്ള ടോപ്പിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മെഷീൻ ടൂളിലെ ഫസ്റ്റ് വരുന്നതാണ് ലേത്ത് മെഷീൻ. ഓക്കെ, അപ്പോൾ എന്താണ് ലേത്ത് മെഷീന്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേത്ത് മെഷീന്, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ലേത്ത് മെഷീന്, അതിൻ്റെ ആക്സസറീസ്, ലേത്ത് മെഷീൻ വെച്ചിട്ടുള്ള മെയിൻ ഫങ്ഷൻസ്, ഇത്രയാണ് നമ്മൾ എന്തിൽ വരുന്നത്, ലേത്ത് മെഷീൻസിൽ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, 1 by 1 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ലേത്ത് മെഷീൻ? അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഫസ്റ്റ് ഇയറിലെ വർക്ക്ഷോപ്പിൽ ചെയ്തതായിരിക്കും, ലേത്ത് മെഷീനിൽ കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ലേത്ത് മെഷീൻ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയും ലേത്ത് മെഷീൻ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് മെഷീൻസ് എന്ന് പറയും. ഓക്കെ, വർക്ക്ഷോപ്പ് മെഷീൻസിൻ്റെ മദർ ഓഫ് മെഷീൻസ് എന്ന് പറയും. അതായത് നമ്മൾ അതർ മെഷീനിങ് ഓപ്പറേഷൻസ് ആയ ഷേപ്പിംഗ്, ഡ്രില്ലിങ് പോലുള്ള എല്ലാ ഓപ്പറേഷൻസും ഓൾമോസ്റ്റ് നമുക്ക് പല ആക്സസറീസ് ഉപയോഗിച്ച് നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും, ലേത്ത് മെഷീനിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രിയലിലോട്ട് ചെന്നാലും, ഒരു സ്മോൾ സ്കെയിൽ വർക്ക്ഷോപ്പ് മുതൽ ഒരു ഹൈ സ്കെയിൽ ഇൻഡസ്ട്രിയൽ വരെ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ബേസിക് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്തായിരിക്കും, ലേത്ത് മെഷീൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ മുതൽ ഒരു ഹൈ ലെവൽ ഓപ്പറേഷൻസിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് ലേത്ത് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും മദർ ഓഫ് മെഷീൻസ് എന്ന് പറയും. എന്താണ് ലേത്ത് മെഷീൻ എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ലേത്ത് മെഷീൻ യൂസ് ചെയ്യുന്നത്? ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ, ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ്. ഓക്കെ, ഞാൻ വർക്ക് പീസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മളെ വർക്ക് പീസ്, എന്താണ് വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തിന്മേലാണോ പണിയെടുക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് പീസ് എന്ന് പറയുന്നത്. സോ ഒരു വർക്ക് പീസിന് നമുക്ക് ആവശ്യമില്ലാത്ത എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ലേത്ത് മെഷീൻ എന്ന് പറയുന്നത്. അത് മെറ്റലാകാം, വുഡാകാം, പ്ലാസ്റ്റിക് ആകാം, ഇതിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലേത്ത് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് നമ്മൾ എക്സസ് മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത്, എന്തിനാണ്? ടു ഗെറ്റ് ദ റിക്വയർഡ് shape and size, to get required shape and size, to get required shape and size. നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ്, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഡയമെൻഷൻ, ഷേപ്പും സൈസും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേത്ത് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ലേത്ത് മെഷീൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വർക്ക് പീസ് 2 സെൻറ്ററുകൾക്കിടയിൽ, ഒരു ഡെഡ് സെൻറ്റർ, ഒരു ലൈവ് സെൻറ്റർ, 2 ലൈവ് സെൻറ്ററുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ വർക്ക് പീസ് ഫിക്സ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ ആക്സിസ്, നമ്മൾ പറയും സ്പിൻഡിൽ ആക്സിസ് എന്ന് പറയും. ഞാൻ പറയാം എന്താണ് സ്പിൻഡിൽ ആക്സിസ് എന്നുള്ളത്. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, വർക്ക് പീസ് എന്ന് പറയുന്നത്. ദിസ് വൺ ഈസ് അവർ വർക്ക് പീസ്. ഇത് 2 സെൻറ്ററുകളാണ്. ഇതാണ് നമ്മൾ പറയുന്നത് ലൈവ് സെൻറ്റർ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ. ദിസ് വൺ ഈസ് അവർ ഡെഡ് സെൻറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ടെയിൽ സ്റ്റോക്ക് സെൻറ്റർ എന്ന് പറയും. ഞാനിതിൻ്റെ ലേത്ത് മെഷീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ടാണുള്ളത്. ഡീറ്റെയിൽഡ് ഫിഗർ നമ്മൾ വരയ്ക്കുന്നുണ്ട്. സോ ഹെഡ് സെൻറ്റർ, ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ, അതുപോലെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെയിൽ സ്റ്റോക്ക് സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് യു ആർ കണക്റ്റിംഗ് യുവർ ടൂൾ ഹിയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൂൾ വെക്കുന്നുണ്ട്. ഈ ടൂളിൽ എന്ത് വരുന്നുണ്ട്, ഒരു ലോങ്ങിറ്റ്യൂണൽ ഫീഡും വരുന്നുണ്ട്, അതുപോലെ ട്രാൻസ്ഫേഴ്സ് ഫീഡും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഫീഡ് ഡയറക്ഷനാണ്. ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ടൂൾ എന്ന് പറയുന്നത്. എന്താണ് ഫീഡ് എന്ന് പറഞ്ഞാൽ? ഫീഡ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിന് നമ്മൾ പറഞ്ഞു, ഈ ഒരു വർക്ക് പീസിന് എക്സസ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂളിനെ മൂവ് ചെയ്യിക്കുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ ആ ടൂളിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡയറക്ഷനാണ് വരുന്നത്, ഞാനിത് രണ്ടും കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടൂൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗത്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും,
ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്പിൻഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് റൊട്ടേറ്റ് ചെയ്യും? അതിൻ്റെ കൂടെ നിങ്ങളെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഈ പറയുന്ന ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ സ്പിൻഡിൽ എന്നാണ് പറയുന്നത്. ഈ ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ സ്പീഡിൽ RPM എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഏത് റൊട്ടേറ്റ് ചെയ്യും? നിങ്ങളെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങളെ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ടൂള് ഫെഡ് ചെയ്യും. ടൂൾ ഫെഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഈ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ പറ്റും. ആസ് ഇൻ ദ ഫോം ഓഫ് ചിപ്പ്. നമ്മൾ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മൾ എന്ത് പറയുന്നത്? ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ഒരു ലേത്ത് മെഷീനിൽ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മളെ വർക്ക് പീസ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് എ കട്ടിംഗ് ടൂൾ ഈസ് ഫെഡ് against it. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് പീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കട്ടിംഗ് ടൂൾ is fed against it and excess material is removed as in the form of removed in the form of chip. ഓക്കെ, റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് ചിപ്പ്. അപ്പോൾ എന്താണ് ചിപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏത് മെഷീനും പ്രോസസ്സിലും ലെയ്ത്തിൽ എന്നല്ല, ഏത് മെഷീനും പ്രോസസ്സ് ഉപയോഗിച്ചും നമ്മളൊരു മെറ്റീരിയലിന് റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്ന, നമ്മൾ യൂസ് ഇല്ലാതെ നമ്മൾ ഒഴിവാക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? കട്ടിംഗ് ടൂൾ. ഇതാണ് നമ്മളെ കട്ടിംഗ് ടൂൾ, ഇതാണ് വർക്ക് പീസ്. ആ കട്ടിംഗ് ടൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് റൊട്ടേഷൻ. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിന് അഗെയിൻസ്റ്റ് നമ്മൾ ടൂൾ ഫെഡ് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് കിട്ടുന്നു? എക്സസ് മെറ്റീരിയൽസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന എക്സസ് മെറ്റീരിയൽ നമ്മൾ ചിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് ആയിട്ടൊരു ലേത്ത് മെഷീൻസിൽ നമ്മൾ നടക്കുന്ന സംഭവമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലേത്ത് മെഷീൻ. നമ്മൾ ഒരുപാട് ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ടൈപ്സ് ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പാണ്, അതിൻ്റെ കൂടെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ടൈപ്പ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ന് പറഞ്ഞത് ടൈപ്സ് ഓഫ് lathe machine. Types of lathe machine. First one, speed lathe. Okay, first one, speed lathe. അപ്പോൾ നമ്മളിതിനെ ഫസ്റ്റ് വൺ വരുന്നതാണ് നമ്മൾ ഓരോന്ന് പറയുന്നത് സ്പീഡ് ലെയ്ത്ത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എൻജിൻ ഓർ സെൻട്രൽ ഓർ എൻജിൻ ലെയ്ത്ത്. ദെൻ നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത്, ഓട്ടോമാറ്റിക് ലെയ്ത്ത്, ടററ്റ് ലെയ്ത്ത്, അങ്ങനെ ഒരുപാട് ടൈപ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സ്പീഡ് ലെയ്ത്ത്. ഓക്കെ, സോ സ്പീഡ് ലെയ്ത്തിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വുഡൻ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ലെയ്ത്താണ് ഇതെന്ന് പറയുന്നത് സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്നത്. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് സ്പീഡ് ലെയ്ത്തിൻ്റെ മെയിൻ പാർട്സ് ഈ പറയുന്ന പാർട്സുകളാണ് നമ്മൾ എവിടെയും പറയുന്നുണ്ട്. അടുത്ത നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ എഞ്ചിൻ ലെയ്ത്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അത് അടുത്തതിൽ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ മെയിൻ പാർട്സുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളിപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഓരോ പാർട്സും ഞാൻ അടുത്ത ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ഫോർത്ത് വൺ ടൂൾ പോസ്റ്റ് വിത്ത് അഡ്ജസ്റ്റബിൾ സ്ലൈഡ്. അതായത് ജസ്റ്റ് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ലൈഡിൽ കണക്ട് ചെയ്തിട്ടുള്ള ടൂൾ പോസ്റ്റ്. ഇതാണ് ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് ലെയ്ത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്, അതായത് സ്പീഡ് ലെയ്ത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ലോ കട്ടിംഗ് ഫോഴ്സ് വരുന്ന ഏരിയകളിലാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസിലാണ്. ലോ കട്ടിംഗ് ഫോഴ്സ് അപ്ലിക്കേഷനാണ് സാധാരണ എന്തിൽ യൂസ് ചെയ്യാറ്? സ്പീഡ് ലെയ്ത്ത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലോ കട്ടിംഗ് ഫോഴ്സ് അപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പീഡ് ലെയ്ത്ത് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണ്? ലോ കട്ടിംഗ് ഫോഴ്സ് അപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമുക്കിവിടെ ഹൈ സ്പിൻഡിൽ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹൈ സ്പിൻഡിൽ സ്പീഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഹൈ സ്പിൻഡിൽ സ്പീഡ് ഈസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? ലോ കട്ടിംഗ് ഫോഴ്സ് ആയതിനെ കുറഞ്ഞ ഫോഴ്സ് ആയതുകൊണ്ട് എന്താണ് നമുക്ക് ഹൈ സ്പിൻഡിൽ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് വിളിക്കുന്നത്? സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ ഞാൻ ലോ കട്ടിംഗ് ഫോഴ്സ് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ വുഡൻ വർക്ക്,
ഓക്കെ, വുഡൻ വർക്കിലൊക്കെ നിങ്ങൾ ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കാർപ്പൻട്രി വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ പോകണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്ത് മതി, സ്പീഡ് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാത്ത നമുക്ക് സിമ്പിളായിട്ടുള്ള ലൈറ്റാണ് നമ്മൾ പറയുന്നത്. വർക്ക്, അതുപോലെ പ്ലാസ്റ്റിക് വർക്ക്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്പീഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൈറ്റ് മെഷീൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇവിടെ പറയുന്നതാണ്, ഇപ്പം ഞാൻ പറഞ്ഞ ഇവിടെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ് ഒക്കെ. ദർ ഈസ് നോ ഫീഡ് ബോക്സ്, ലെഡ് സ്ക്രൂ, കാരേജ്. ഈ പറയുന്നത് എന്തില്ല, ദർ ഈസ് നോ ഫീഡ് ബോക്സ്, ലെഡ് സ്ക്രൂ, കാരേജ്. അതൊക്കെ ഞാൻ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ലൈറ്റ് പറയുമ്പോൾ പറയുന്നുണ്ട്. ഈ പറയുന്നത് നമുക്ക് എന്ത് വരുന്നില്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്പീഡ് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത്രയും ഭാഗങ്ങളൊന്നും വരുന്നില്ല സംഭവം. ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് വൺ, അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞാണ് സ്പീഡ് ലൈറ്റ്. സെക്കൻഡ് വൺ നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യണം. ഞാൻ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോയിന്റുകൾ നോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കലല്ല ഉദ്ദേശം. നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സുകൾ ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഏകദേശം നിങ്ങൾക്ക് 90% ഞാൻ ഉറപ്പ് വരാം ആ പോയിന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, സോ സെക്കൻഡ് വൺ, സെൻട്രൽ ഓർ എൻജിൻ ലൈറ്റ്. സെൻട്രൽ ഓർ എൻജിൻ ലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് വൈഡ്ലി ലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കോളേജുകളിലെ ലാബുകളിൽ യൂസ് ചെയ്യുന്നതും നമ്മളൊരു ഏകദേശം മീഡിയം, സ്മാൾ ടു മീഡിയം ഇൻഡസ്ട്രികളിൽ, മെറ്റൽ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, സെൻട്രൽ ഓർ എൻജിൻ ലൈറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വരാൻ കാരണം വെച്ചാൽ സെൻട്രൽ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മീനിങ്ങിലാണ് എന്ത് വന്നിട്ടുള്ളത്, സെൻട്രൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എൻജിൻ ലൈറ്റ് എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏർലി ടൈംസിൽ സ്റ്റീം എൻജിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ലൈറ്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കറണ്ട് നൗ അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് മോട്ടോർ വർക്ക് ചെയ്യുന്നു. ആ മോട്ടോർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏർലി ടൈംസിൽ സ്റ്റീം എഞ്ചിൻ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, എൻജിൻ ലൈറ്റ് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത് പറയുന്നത് ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് മെഷീൻ, ഇതാണ് ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെഷീൻ. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് മച്ച് മോർ റോബസ്റ്റ് ആണ്. ഹെഡ് സ്റ്റോക്ക് ഈസ് മച്ച് മോർ റോബസ്റ്റ്. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പീഡ് കൺട്രോളുകൾ, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ എന്ത് വരുന്നുണ്ട്, നമുക്ക് ഹെഡ് സ്റ്റോക്കിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും മച്ച് മോർ റോബസ്റ്റ് ആണ് സംഭവം വരുന്നത്. ദെൻ
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻജിൻ ലെയ്ത്ത് ആണ്. സെൻട്രൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വൺ ആണ് എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഓരോ പാർട്സ് ഒന്ന് പറയാം, അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? മച്ച് മോർ റോബസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരുപാട് സ്പീഡ് കൺട്രോളുകൾ അടക്കം, അതായത് നമ്മൾ ഒരുപാട് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് അടക്കം ഒക്യുപ്പൈ ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്തു നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പിൻഡിൽ സ്പീഡുകൾ, അതുപോലെ നമുക്ക് ഹെഡ് സ്റ്റോക്കിലുള്ള റൊട്ടേഷണൽ മോഷൻ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? ഓട്ടോമാറ്റിക് ഫീഡ് ചെയ്യുന്ന സമയത്ത് കാരേജിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഗിയേഴ്സ് വരുന്നത്, അതുപോലെ സ്പിൻഡിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന കോൺ പുള്ളി, ബെൽറ്റ് പുള്ളി, കോൺ പുള്ളികളൊക്കെ വരുന്നതൊക്കെ ഇൻസൈഡ് ദി ഹെഡ് സ്റ്റോക്ക് ആണ്. അങ്ങനെ നമ്മൾ പറയും ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? മോർ വേഴ്സറ്റൈൽ ഓർ മോർ റോബസ്റ്റ് ആണെന്ന് പറയും. ഓക്കെ, ക്ലിയർ. ദെൻ ഇവിടെ നമ്മൾ ഹെഡ് സ്റ്റോക്ക് ആണ് എന്ത് ചെയ്യുന്നത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ കോൺ പുള്ളീസ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, കോൺ പുള്ളീസ് ആൻഡ് ഗിയർ ട്രെയിൻ. അതായത് നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന പവർ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സിലോട്ട്, നമ്മുടെ ലേത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് കോൺ പുള്ളീസ് ആൻഡ് ഗിയർ ട്രെയിൻ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് പാർട്സിലോട്ട് നമ്മൾ ഇത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ 1 by 1 പാർട്സുകളായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, കാരണം നമുക്കിനി നോട്ടുകൾ എഴുതുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ടും ബോർഡിൽ നിന്ന് മായ്ച്ച് കളയേണ്ടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് പാർട്സുകൾ പറയാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പാർട്സായിട്ട് പറയാം. ഫസ്റ്റ് വരുന്നത് നമ്മളൊരു ലേത്ത് മെഷീൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ നിന്നിട്ടാണ് ഇതിന് നോക്കുന്നത്. ഈ നോക്കുന്ന സമയത്ത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്മൾ ഏതെന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്മൾ ഏതെന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ് സ്റ്റോക്കിൻ്റെ കൂടെ വരുന്ന സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഹെഡ് സ്റ്റോക്ക് പറഞ്ഞു, അതുപോലെ ടൈൽ സ്റ്റോക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹെഡ് സ്റ്റോക്കിൻ്റെ അവിടെ വരുന്ന സെൻറ്റർ, നമ്മുടെ വർക്ക് പീസ്, നമ്മൾ ഇതിൻ്റെ ഇടക്കാണ് വർക്ക് പീസ് വെക്കുന്നത്. ഈ വർക്ക് പീസിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന 2 പോയിന്റുകളാണ് ഒരു സെൻറ്റർ, ഇത് അനദർ വൺ, ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ലൈവ് സെൻറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ലൈവ് സെൻറ്ററുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈ സെൻറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വർക്ക് പീസിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ടെയിൽ സ്റ്റോക്കിൻ്റെ കൂടെയുള്ള സെൻറ്ററാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അതിന് ഡെഡ് സെൻറ്റർ എന്ന് പറയാൻ കാരണം അത് എന്ത് ചെയ്യുന്നില്ല? അത് വർക്ക് പീസിൻ്റെ കൂടെ റിവോൾവ് ചെയ്യുന്നില്ല, അത് ഡെഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹെഡ് സ്റ്റോക്കിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ ഏത് പറയുന്നത്? ലൈവ് സെൻറ്റർ എന്ന് പറയുന്നത്. ടെയിൽ സ്റ്റോക്കിൻ്റെ കൂടെ വരുന്ന സെൻറ്ററാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബെഡ് എന്ന് പറയുന്നത്. എന്താണ് ബെഡ് എന്ന് പറയുന്നത്? ഏതൊരു മെഷീൻ്റെയും ബേസാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേത്ത് മെഷീൻ്റെ കേസിലും എന്താണ് ലേത്ത് മെഷീൻ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ ബേസാണ് ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ആ മെഷീനിലുള്ള ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ് അടക്കമുള്ള എല്ലാ കമ്പോണൻസും എല്ലാ ആക്സസറീസും മൗണ്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ബെഡിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, ആദ്യം എല്ലാം എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ ബേസിക്, ഇപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് വരുന്ന ബേസ് സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ബെഡ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് കാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന മൊത്തത്തിലുള്ള സംഭവമാണ് ഇതെന്ന് പറയുന്നത് കാരേജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മളെ ടൂൾ പോസ്റ്റ്, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ആക്സസറീസും, കട്ടിംഗ് ടൂൾ, ഇവിടെയാണ് നമ്മൾ ഇത് വെക്കുന്നത്? കട്ടിംഗ് ടൂൾ വെക്കുന്നത്. ഈ കട്ടിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കംപ്ലീറ്റ് സംഭവങ്ങളും. ഓക്കെ, അപ്പോൾ ആ കട്ടിംഗ് ടൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ ദ ആക്സസറീസ് ദാറ്റ് റിലേറ്റഡ് ടു കട്ടിംഗ് ടൂൾ ആർ പ്ലേസ്ഡ് ഓൺ ദി കാരേജ്. Okay, so and this carriage can move from in between dead center and live center. ഈ ഡെഡ് സെൻറ്ററിന് ലൈവ് സെൻറ്ററിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാരേജിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കാരേജ് എന്ന് പറയുന്നത്. ആ കാരേജിൻ്റെ ഉള്ളിലുള്ള കാരേജിന്, അപ്പോൾ മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരേജ് എന്ന് പറയുന്നത്. ദ ഡിഫറെൻറ്റ് പാർട്സ് ഇൻ കാരേജ് ആർ ഏപ്രോൺ ആൻഡ് ദിസ് വൺ ഏപ്രൺ, നമ്മൾ പറയുന്നത് സാഡിൽ. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്ന ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബോട്ടം ഏപ്രൺ, then saddle, then this one is cross slide, then above the cross slide is compound rest, and above the compound rest is tool post, and inside the tool post there is a cutting tool. ഈ പറയുന്ന മൊത്തം എന്താണ്? all are components of the carriage. Okay, then another important one is lead screw and feed rod. lead screw feed rod, അതായത് നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ
ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മളെ ഹാൻഡ് ഫീഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വീലുകളാണ്. ഓക്കെ, നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഹാൻഡ് വീൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കാരേജിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ മോഷൻ കിട്ടും. ഈ ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്രോസ് സ്ലൈഡിൻ്റെ എന്ത് കിട്ടും? ട്രാൻസ്വേഴ്സ് മോഷൻ അല്ലെങ്കിൽ ക്രോസ് മോഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ചില ഓപ്പറേഷനുകളിൽ, എക്സാമ്പിൾ ത്രെഡ് കട്ടിങ്, ടേപ്പർ ടേണിങ് പോലുള്ള ഓപ്പറേഷനുകളിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫീഡ് ഗിയേഴ്സ് ടുഗദർ വിത്ത് ദി ലെഡ് സ്ക്രൂവും ഫീഡ് ഗിയേഴ്സും ടുഗദർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് കൊടുക്കുന്നത്? ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്. പിന്നെ സ്പീഡ് ഗിയേഴ്സ് ഒക്കെ നമ്മൾ ലെയ്ത്തിൻ്റെ സ്പീഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്? ലെഗ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് വരുന്നത്? പാർട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് ഇതിൻ്റെ മെയിൻ പാർട്സിൻ്റെ കുറച്ച് പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് മെയിൻ കമ്പോണൻസ് അല്ലെങ്കിൽ മെയിൻ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ പാർട്സ്. അപ്പോൾ നമ്മൾ മെയിൻ പാർട്സിൽ ഫസ്റ്റ് വരുന്ന ഏതാണ്? ബെഡ്. നമ്മൾ പറയുന്നത് എന്താണ് ബെഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ദി ലേത്ത് മെഷീൻ. It is the base of the lathe machine in which all the components are mounted. In which all the components are mounted. അല്ലെങ്കിൽ ഫിക്സഡ്. നമ്മളെല്ലാ കമ്പോണൻസും ഫിക്സ് ചെയ്തിട്ടുള്ള, മൗണ്ടൻ ചെയ്തിട്ടുള്ള ലേത്ത് മെഷീൻ്റെ ബേസാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസീവ് സിംഗിൾ റിജിഡ് കാസ്റ്റിംഗ് സ്ട്രക്ചറാണ് ഇതെന്ന് പറയുന്നത് ബെഡ് എന്ന് പറയുന്നത്. അതായത് കുറേ സ്ട്രക്ചറുകൾ കൂടി ചേർത്തല്ല, ഒരു സിംഗിൾ റിജിഡ് കാസ്റ്റിംഗ് സ്ട്രക്ചറാണ്. നമ്മൾ കാസ്റ്റിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാം, നോട്ട് ചെയ്തോളൂ. നമ്മളൊരു ലേത്ത് മെഷീൻ്റെ ബെഡ് ഫോം ചെയ്യുന്നത് ഏത് വെച്ച്? എന്ത് പ്രൊഡക്ഷൻ മെത്തേഡ്? അതായത് നമ്മൾ കുറേ മെത്തേഡുകൾ, ഫോർജിങ്, റോളിങ്, എക്സ്ട്രൂഷന്, വെൽഡിങ്, അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് മെത്തേഡുകൾ. അതിൽ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഫോം ചെയ്യുന്നത്? ബെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അതൊരു സിംഗിൾ ആയിട്ടുള്ള റിജിഡ് കാസ്റ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മെറ്റീരിയൽ യൂസിങ് ഫോർ ബെഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റ് അയോൺ അലോയ്ഡ് വിത്ത് ക്രോമിയം ആൻഡ് നിക്കൽ. അലോയ്ഡ് വിത്ത് ക്രോമിയം ആൻഡ് നിക്കൽ. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മെക്കാനിക്കലിൻ്റെ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് ക്വാർട്ടർ അതോറിറ്റി ഓവർസിയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് മെക്കാനിക്കൽ ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ടു മെറ്റീരിയൽ ഫോർ ലേത്ത് ബെഡിൻ്റെ മെറ്റീരിയൽ ഏതാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അലോയിഡ് കാസ്റ്റ് അയോൺ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രേ കാസ്റ്റ് അയോൺ പറയുന്നില്ല, നമ്മൾ മിക്കവാറും ബുക്കുകളോ ഇതിലൊക്കെ നമ്മൾ പറയുന്നതാണ് സിംപ്ലി കാസ്റ്റ് അയോൺ, അലോയിഡ് കാസ്റ്റ് അയോൺ എന്നേ പറയുന്നുള്ളൂ. നമ്മൾ ഒന്നും കൂടെ പ്രൂഫ്ഡായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഗ്രേ കാസ്റ്റ് അയോൺ ആയിരിക്കും. നമ്മൾ നോർമലി കൊടുക്കുന്ന അലോയിങ് ഇമ്പോർട്ടൻറ്റ് മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്രോമിയം ആൻഡ് നിക്കലാണ്. നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻറ്റ് ക്രോമിയം നിക്കലും കൊടുക്കുന്നത് നമുക്ക് എന്താണ്? വി ക്യാൻ ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആസ് വെൽ ആസ് ദി കൊറോഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കാസ്റ്റ് അയോൺ അലോയിഡ് ആണ്. നമ്മൾ അലോയിഡ് കാസ്റ്റ് അയോൺ നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ബെഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ ബെഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എന്താണ്? ഇതുപോലെ ഒരു മെക്കാനിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലേത്ത് ബെഡ്, ആ ലേത്ത് ബെഡിൻ്റെ ലെഫ്റ്റ് എന്താണ്, റൈറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ബെഡ് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് എന്താണെന്ന് പറയാം? നമുക്ക് ഹെഡ് സ്റ്റോക്ക് ആണ് എന്ത് വരുന്നത്? റൈറ്റിൽ വരുന്നത്. ആൻഡ് ലെഫ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ടെയിൽ സ്റ്റോക്ക്. അല്ല, ഞാൻ ആ ഫിഗർ വരച്ചു. നിങ്ങൾക്ക് ആ ഫിഗർ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ ഫിഗർ ഒന്ന് വീഡിയോയിൽ കാണുന്ന സമയത്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് വരച്ചെടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ വെക്കണം. ഇനി നിങ്ങൾ ആ ഫിഗർ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഓരോ പാർട്സ് പറയുന്ന സമയത്തും അനലൈസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ലേത്ത് ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു? ഹെഡ് സ്റ്റോക്ക് ആയിരിക്കും. അതുപോലെ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? ടെയിൽ സ്റ്റോക്ക് ആയിരിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദി ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് നമ്മൾ ഏത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? കാരേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആണല്ലോ. നമ്മൾ കാരേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ കാരേജ് എന്തുണ്ട്? കാരേജ് സ്ലൈഡ്സ് ഓവർ ദി ബെഡ് യൂസിങ് ഗൈഡ് വൈസ്. ഗൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാരേജ് യൂസ് ചെയ്യുന്ന ഗൈഡ് വൈസ് പറഞ്ഞാൽ വി ഓർ ഫ്ലാറ്റ് ഗൈഡ് വൈസ് ആയിരിക്കും.
വി ഓർ ഫ്ലാറ്റ് ഗൈഡ് വൈസ് ആയിരിക്കും. ഗൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പൗണ്ടിൽ നിന്ന് വേറെ കമ്പൗണ്ടിൻ്റെ മേലെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വി എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളൊരു മെറ്റലിൻ്റെങ്കിൽ ഞാൻ അടുത്തതൊരു വി ഷേപ്പിലാണ്, അടുത്തും വി ഷേപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിത് ഇതിൻ്റെ മേലെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കാരേജ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബെഡിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് യൂസ് ചെയ്തിട്ട്, യൂസിങ് ദ ഗൈഡ് വൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരേജ് എങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത് ഏതിൻ്റെ ഇടക്കാണ്, ഇൻ ബിറ്റ്വീൻ ദി ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടൈൽ സ്റ്റോക്ക്. ടൈൽ സ്റ്റോക്കിൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാരേജ് അങ്ങോട്ടോട്ട് സ്ലൈഡ്സ് ചെയ്യുന്നുണ്ട്, മീൻസ് ഓവർ ദ ബെഡ് യൂസിങ് ദി ഗൈഡ് വൈസ്. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ബെഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ, അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര വേണം. അപ്പോൾ അതിൻ്റെ ബെഡ് നമ്മളിങ്ങനെ ഗ്രേ കാസ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഗ്രേ കാസ്റ്റോൺ വരുമ്പോൾ. ഹാർഡ്നെസ് കൂടുതലാണ്, ടഫ്നെസ് കൂടുതലാണ്, വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം, ഇതുപോലുള്ള ഫങ്ഷൻസ് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം ബെഡായിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങളെ പ്രീവിയസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് സംഭവം. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഹെഡ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു, ഓൾ ദ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസും ഓക്യുപ്പൈ ചെയ്യുന്ന എവിടെയാണ്, ഹെഡ് സ്റ്റോക്കിലാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസുകൾ എന്ന് പറഞ്ഞാൽ കോൺ പുള്ളി, അതുപോലെ ഗിയർ ട്രെയിൻ, ഫീഡ് ഗിയർ ബോക്സ്. ഒരു ലെയ്ത്തിലുള്ള കംപ്ലീറ്റ് പവറും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതർ പാർട്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്, ഹെഡ് സ്റ്റോക്ക് ആണ്. ഓക്കെ, പവർ അല്ലെങ്കിൽ നമ്മൾ പറയും മോഷൻ, പവർ ഓർ മോഷൻ ട്രാൻസ്മിറ്റഡ് ടു അതർ പാർട്സ് ഓഫ് ലെയ്ത്ത്. ലെയ്ത്തിൻ്റെ ബാക്കിയുള്ള പാർട്സുകളിലോട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പോണൻസുകളിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യൽ ഏത് വെച്ചിട്ടാണ്, നമ്മൾ ഹെഡ് സ്റ്റോക്ക് വെച്ചിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഫിഗർ വരച്ചിരുന്ന ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അറ പോലെയാണ്. അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, നമ്മൾ മോട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഗിയർ വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോൺ പുള്ളി വരുന്നത്. ആ കോൺ പുള്ളി അതുപോലെ നമ്മൾ എന്ത് വരുന്നുണ്ട്, ഗിയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഒന്നാണ് പറയുന്നത് ഫീഡ് ഗിയറുകൾ. എന്തിനാണ് നമ്മൾ ഫീഡ് ഗിയർ യൂസ് ചെയ്യുന്നത്, നമ്മളെ ഹെഡ് സ്റ്റോക്കിൽ വരുന്ന മൂവ്മെൻറ്റ്, കാരേജ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരേജ് നമ്മൾ നോർമലായിട്ടുള്ള ഓപ്പറേഷൻസുകളിൽ, നിങ്ങൾ ലാബിലൊക്കെ ചെയ്ത ഓപ്പറേഷൻസുകളിൽ നമ്മൾ കാരേജ് മൂവ് ചെയ്തിട്ടുള്ളത്. കാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, നമ്മൾ ടൂളൊക്കെ വെച്ചിട്ടുള്ള ആ ബോക്സ്. ആ കാരേജ് നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് നോർമലി മൂവ് ചെയ്യുന്നത്. ബട്ട് ത്രെഡ് കട്ടിങ്ങിൻ്റെ സമയത്ത് എന്ത് വേണ്ടി വരും, ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വേണ്ടി വരും. കാരണം ത്രെഡ് കട്ടിങ്ങിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പിൻഡിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഈക്വൽ ആയിട്ടുള്ള ഫീഡ്, അങ്ങനെ ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൂള് ഈക്വൽ ആയിട്ടുള്ള ഫീഡായിരിക്കും വേണ്ടി വരിക. അപ്പോൾ നമുക്കത് ഹാൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഓട്ടോമാറ്റിക് ഫീഡാണ് കൊടുക്കുന്ന സംഭവം. ആ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മളിവിടെ ഗിയർ റേഷ്യോ കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പോൾ ആ കംപ്ലീറ്റ്, അപ്പോൾ അതൊക്കെ ഹെഡ് സ്റ്റോക്കിൽ നിന്ന് വരുന്ന മോഷനാണ്. അപ്പോൾ കംപ്ലീറ്റ് വരുന്ന പവർ അല്ലെങ്കിൽ മോഷൻ നമ്മുടെ ലെയ്ത്തിൻ്റെ ബാക്കിയുള്ള പാർട്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആരെ ജോലി എന്ന് പറയുന്നത്, ഹെഡ് സ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ കമ്പോണൻസും എന്തുണ്ടാവും, ഹെഡ് സ്റ്റോക്കിലുണ്ടാവും. അതാണ് നമ്മൾ എന്താ പറയുന്നത്, കോൺ പുള്ളി, ഗിയർ ട്രെയിൻ, ഫീഡ് ഗിയർ ബോക്സ് എക്സെട്ര. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈഫ് സെൻറ്റർ എവിടെയാണ്, ഹെഡ് സ്റ്റോക്കിലാണ് നമ്മൾ ഏത് വരുന്നത്, ലൈഫ് സെൻറ്റർ വരുന്നത്. ദാറ്റ് മീൻസ് ഏത് വരുന്നത്, റൊട്ടേറ്റിംഗ് സ്പിൻഡിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, ഹെഡ് സ്റ്റോക്കാണ്. സപ്പോർട്ടിംഗ് ദി റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ. ഓക്കെ, സപ്പോർട്ട് ദി റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ. ഈ സ്പിൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിൻഡിലാണ് നമ്മൾ നമ്മളെ ലൈഫ് സെൻറ്റർ, അതുപോലെ നമ്മുടെ ചക്ക്, അതുപോലെ നമ്മുടെ വർക്ക് പീസൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പിൻഡിൽ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു റോഡാണ്. ആ റോഡിൽ എന്ത് വരുന്നുണ്ടാവും, എക്സ്റ്റേണൽ ത്രെഡ് വരും. ഓക്കെ, അപ്പോൾ സ്പിൻഡിലിനെ സാധാരണ നമ്മൾ എന്താണ്, എക്സ്റ്റേണലി ത്രെഡഡ് ആണ് ഏതെന്ന് പറയുന്നത്, സ്പിൻഡിൽ എന്ന് പറയുന്നത് എക്സ്റ്റേണലി ത്രെഡഡ്. ഓക്കെ, ഇതങ്ങോട്ട് ഇവിടെയാണ് ഹെഡ് സ്റ്റോക്ക് വരിക. ഹെഡ് സ്റ്റോക്കിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ സ്പിൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ഐ RPM റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചക്ക്, അതുപോലെ ഫേസ് പ്ലേറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്ക്. സ്പിൻഡിൽ എന്താണ്, എക്സ്റ്റേണലി ത്രെഡഡ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മളൊരു ലെയ്ത്തിൻ്റെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ന് പറയുന്ന ഒരു ഹെഡ് സ്റ്റോക്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ?
അടുത്ത തേർഡ് പാർട്ടാണ് ടെയിൽ സ്റ്റോക്ക്. സോ തേർഡ് പാർട്ടായിട്ട് വരുന്നതാണ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. എവിടെയാണ് ടെയിൽ സ്റ്റോക്ക് വരുന്നത്? റൈറ്റ് സൈഡ് ഓഫ് ദി ബെഡ്. റൈറ്റ് സൈഡ് ഓഫ് ദി ബെഡ്. നമ്മളെ ലേറ്റ് ബെഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് ടെയിൽ സ്റ്റോക്ക് വരുന്നത്. സിമ്പിൾ ഫിഗറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് നമ്മൾ ഇതെന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ നോക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണോ ടെയിൽ സ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് ടെയിൽ സ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നെന്ന് പറയുന്നത് സപ്പോർട്ട് ദി വർക്ക് പീസ്. വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡെഡ് സെൻറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. യൂസ് ടു സപ്പോർട്ട് ദി വർക്ക് ആൻഡ് ദെൻ സപ്പോർട്ട് ദി വർക്ക് പീസ്. അടുത്ത് വരുന്നതാണ് പറയാൻ എന്താണെന്നുള്ളത് ഹോൾഡിംഗ് ആൻഡ് feeding of tools such as drills, reamers, etc. Okay, അപ്പോൾ നമുക്കറിയാം ഡ്രില്ലിങ് റീമിംഗ് ഒക്കെ നമുക്ക് വേറെ ഒരുപാട് മെഷീൻസ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ലേറ്റ് മെഷീൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രില്ലിങ്ങും റീമിംഗ് ഒക്കെ തുടങ്ങി ഞാൻ എന്താ ഓപ്പറേഷൻ പറയുന്നുണ്ട് ലേറ്റർ. ആ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേറ്റ് മെഷീൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ലേറ്റ് മെഷീൻ വെച്ച് നിങ്ങൾ ഡ്രില്ലിങ്ങോ റീമിംഗോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൂള് ഹോൾഡ് ചെയ്യാനും ഫീഡ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഇതാണ് നിങ്ങളെ ലൈവ് സെൻറ്റർ, അതായത് സ്പിൻഡിൽ ഇങ്ങോട്ടാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് പീസ് വെക്കുന്നു. ഇതാണ് നിങ്ങളെ വർക്ക് പീസ്. ഇത് സ്പിൻഡിൽ. അപ്പോൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഡ്രിൽ ബിറ്റ്, ഡ്രില്ലാണ് ഇതെന്ന് പറയുന്നത്. ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഡ്രിൽ ബിറ്റാണ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോള്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ ഡ്രിൽ ബിറ്റ് ഇവിടെ വെക്കുന്നു. അതെവിടെ കണക്ട് ചെയ്യുന്നു? നിങ്ങൾ നമ്മുടെ ടെയിൽ സ്റ്റോക്കിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മളെ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഈ മെറ്റീരിയൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് ആ ടെയിൽ സ്റ്റോക്കിനെ ഇങ്ങോട്ട് ഫീഡ് ചെയ്യുകയും ചെയ്യും. ഹാൻഡ് വീൽ ഉപയോഗിച്ച് ടെയിൽ സ്റ്റോക്കിനെ ഇങ്ങോട്ട് ഫീഡ് ചെയ്യും. അത് ഫീഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെയിൽ സ്റ്റോക്കിൻ്റെ അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് ആൻഡ് ഫീഡിങ് ഓഫ് ദി ടൂൾ. ഏതൊക്കെ? ഡ്രില്ലിങ്, റീമേഴ്സ്. റീമിംഗ് ഏകദേശം ഡ്രില്ലിംഗ് പോലുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മൾ ലേറ്റർ പറയുന്നുണ്ട്. അതുപോലുള്ള ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഹോൾഡ് ചെയ്യാനും ഫീഡ് ചെയ്യാനും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു. ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് ആണ്. നിങ്ങൾ ഹെഡ് സ്റ്റോക്കിൻ്റെ അവിടെ എഴുതി വെച്ചോ. ഹെഡ് സ്റ്റോക്ക് ആൾവേഴ്സ് എന്തായിരിക്കും? ഫിക്സഡ് വൺ ആണ്. നിങ്ങൾക്ക് ഹെഡ് സ്റ്റോക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഹെഡ് സ്റ്റോക്ക് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് വൺ ആണ്. പക്ഷേ ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മൂവബിൾ ആണ്. ഏത് ഡയറക്ഷനിലാണ് മൂവബിൾ? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളെ സ്പിൻഡിൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു. ഈ ടെയിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, ദാറ്റ് മീൻസ് അതായത് സ്പിൻഡിലിൻ്റെ ആക്സിസിന് പാരലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അതുപോലുള്ള മൂവ്മെൻറ്റിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ മൂവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? നിങ്ങളെ ടെയിൽ സ്റ്റോക്ക്, ഓക്കെ, നിങ്ങളുടെ ടെയിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. എങ്ങോട്ട്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഫ്രണ്ട് ആൻഡ് ബാക്കിലോട്ട് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഹെഡ് സ്റ്റോക്കിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ ടു സ്പിൻഡിൽ ആക്സിസ്. പാരലൽ ടു സ്പിൻഡിൽ ആക്സിസ്. സ്പിൻഡിലിൻ്റെ ആക്സിസിന് പാരലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവം മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് യൂസ് ചെയ്തിട്ട്? നമുക്ക് ഹാൻഡ് വീല് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു എന്തിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൈഡ് വെയ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഗൈഡ് വെയ്സ് ഓൺ ദി ബെഡ്. ബെഡിലുള്ള ഗൈഡ് വെയ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറയും ഗൈഡ് വേസിൻ്റെ രണ്ട് ഔട്ടർ ഗൈഡ് വേസും ഇന്നർ ഗൈഡ് വേസും. നമ്മൾ ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് ഇന്നർ ഗൈഡ് വേസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞ് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളെ ബെഡിൻ്റെ റൈറ്റ് സൈഡിൽ, നമ്മൾ ലേത്ത് മെഷീൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ദ വർക്ക് പീസ് ഡ്യൂറിങ് ദി ലേത്ത് ഓപ്പറേഷൻസ്. ലേത്ത് ഓപ്പറേഷൻ്റെ സമയത്ത് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അനദർ ഫംഗ്ഷൻ ഈസ് ഹോൾഡ് ആൻഡ് ഫീഡ് ദ ടൂൾസ്.
ഇൻ ദ ഓപ്പറേഷൻസ് ലൈക്ക് ഡ്രില്ലിംഗ്, റീമിങ്. ഡ്രില്ലിംഗ്, റീമിങ് പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ടൂള്, ഡ്രില്ലൊക്കെയാണ് ടൂള്, ആ ടൂൾ കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കണ്ട് ഫീഡ് ചെയ്യുക എന്നുള്ളതും അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മളെ അൺലൈക്ക് ദി ഹെഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെയിൽ സ്റ്റോക്കിന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ മേലെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്? ബൈ യൂസിങ് ദ ഗൈഡ് വേസ് ഓൺ ദി ബെഡ്. ബെഡിലുള്ള ഗൈഡ് വേസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഏത് ഡയറക്ഷനിൽ മാത്രമേ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റൂ? ഓൺലി ഇൻ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ ടു ദി സ്പിൻഡിൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ വേറൊരു സംഭവം കൂടെ ഗൈഡ് വേസ് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഏതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരേജ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൈഡ് വേസ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ കാരേജ് ഔട്ടർ ഗൈഡ് വേസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ഗൈഡ് വേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് എന്ത് പറയുന്നത്, ഇന്നർ ഗൈഡ് വേസ് എന്ന് പറയുന്നത്. ബട്ട് കാരേജ് മൂവ് ചെയ്യുന്നത് ഔട്ടർ ഗൈഡ് വേസ് വെച്ചിട്ടാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? കാരേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 3 മെയിൻ പാർട്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെ? ബെഡ്, ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ദ ഫോർത്ത് വൺ ഈസ് കാരേജ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സുകൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, നമ്മളെ ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ട്രൂ എന്ന് ചോദിക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ട്രൂ. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ബോത്ത് ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ആർ മൂവബിൾ. ഓൺലി ഹെഡ് സ്റ്റോക്ക് ഈസ് മൂവബിൾ, ടെയിൽ സ്റ്റോക്ക് ഈസ് നോട്ട് മൂവബിൾ. ഓപ്ഷൻ സി, ഹെഡ് സ്റ്റോക്ക് ഈസ് നോട്ട് മൂവബിൾ, ടെയിൽ സ്റ്റോക്ക് ഈസ് മൂവബിൾ. ഓപ്ഷൻ ഡി, ബോത്ത് ഓഫ് ദം നോട്ട് മൂവബിൾ. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, ഹെഡ് സ്റ്റോക്ക് എന്താണ്, നോട്ട് മൂവബിൾ ആണ്, ടെയിൽ സ്റ്റോക്ക് എന്താണ്, മൂവബിൾ ആണ്. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക്. ഇങ്ങനെ വരുന്നു, ഒരു ലേത്ത് മെഷീൻ വെച്ച് നിങ്ങളൊരു ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഡ്രിൽ ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് കമ്പോണൻ്റ് ആണ്? ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ടെയിൽ സ്റ്റോക്കാണ് നമ്മുടെ ആൻസർ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എ ടെയിൽ സ്റ്റോക്ക്, ഇതൊക്കെ ഹെഡ് സ്റ്റോക്കിലും പറ്റും. ഞാൻ പറഞ്ഞു എ ടെയിൽ സ്റ്റോക്ക് ക്യാൻ മൂവ് ഇൻ ഡാഷ് ഡയറക്ഷൻ, ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ, ക്രോസ് ഡയറക്ഷൻ, ബോത്ത് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ക്രോസ് ഡയറക്ഷൻ കനോട്ട് മൂവ്. 4 ഓപ്ഷൻസ്. ഏതാണ് ആൻസർ? ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ. ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എ ടെയിൽ സ്റ്റോക്ക് മൂവ്സ് ഇൻ എ ലേത്ത് ബൈ യൂസിങ് ഗൈഡ് വേസ്, ഫിറ്റ്സ്, ലെറ്റ്സ്, സ്ക്രൂ. അതുപോലെ 4 ഓപ്ഷൻസ് വരുന്നു. ഏതാണ്? ഗൈഡ് വേസ്. അതിൽ തന്നെ ഇന്നർ ആണ് ഔട്ടർ എന്ന് വെച്ചാൽ ഇന്നർ ഗൈഡ് വേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചെറിയ ടോപ്പിക്കുന്ന ഓരോ പോയിന്റ്സുകൾ എന്താണ്, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാനിവിടെ എഴുതുന്ന ഓരോ പോയിന്റ്സുകളും ഡിഫറെൻറ്റ് എക്സാമിന്, നിങ്ങളെ ഓവർസിയർ എക്സാമിന് മാത്രമല്ല മെക്കാനിക്കലിൻ്റെ തന്നെ ഓവർസിയറുകൾ എക്സാമുകളിൽ ഈ ടോപ്പിക്സ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനുകളൊക്കെ വരുന്ന രീതിയിലാണ് പോയിന്റുകൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ചുമ്മാ വെറുതെ ഇരുന്ന് ക്ലാസ് കേൾക്കാതെ നോട്ടിൽ എന്ത് ചെയ്യുക, ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആ നോട്ട് നോക്കിയിട്ട് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പാർട്സ് പറഞ്ഞു. ദെൻ അടുത്ത വരുന്നതാണ് ഫോർത്ത് വൺ, കാരേജ്. കാരേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലേത്ത് മെഷീൻസിലെ. കാരേജിൻ്റെ മെയിൻ പണി ഞാൻ നേരത്തെ, മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നമ്മളെ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ കാരേജ് യൂസ് ചെയ്യുന്നത്? ടു കൺട്രോൾ, സപ്പോർട്ട് ആൻഡ് ഓപ്പറേറ്റ്. കൺട്രോൾ, ഓപ്പറേറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് ചെയ്തുള്ളൂ. കൺട്രോൾ, സപ്പോർട്ട് ആൻഡ് ഓപ്പറേറ്റ് ദി കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് ആക്സസറീസ്. ആക്സസറീസ് ഉദ്ദേശിച്ച് കട്ടിംഗ് ടൂളിൻ്റെ കൂടെ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ കട്ടിംഗ് ടൂൾ അതുപോലെ ടൂൾ പോസ്റ്റ്. കട്ടിംഗ് ടൂള്, ടൂൾ പോസ്റ്റ്, അതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസുകളെ കറക്റ്റ് പ്ലേസ് ചെയ്യുക, കറക്റ്റ് കൺട്രോൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്? കാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് പ്ലേസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഏതെന്ന് പറയുന്നത്? നമ്മളെ കാരേജിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കൺട്രോൾ, സപ്പോർട്ട്, ഓപ്പറേറ്റ് എന്നൊക്കെ ഉണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗർ വരച്ചിരുന്നു. എല്ലാവരും ആ ഫിഗർ ഒന്ന് നോക്കുക, കാരേജിൻ്റെ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബോക്സ് ടൈപ്പ്, അതിൻ്റെ മുകളിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നത് കാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? നമ്മളെ ടൂള് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പറഞ്ഞു കാരേജ് എവിടെയാണ് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുള്ളത്? മൗണ്ടഡ് ഓൺ ദി ബെഡ് ഇൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, മൗണ്ടഡ് ഓൺ ദി ബെഡ് ഇൻ ബിറ്റ്വീൻ ദി ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. അല്ലേ, ഫിഗറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അറിയാത്തവർക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റൂല. കാരേജ് ഈസ് പ്ലേസ്ഡ് ഓൺ ബിഫോർ ഹെഡ് സ്റ്റോക്ക്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ദി ഹെഡ് സ്റ്റോക്ക്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദി, ഇങ്ങനെ പറയുന്നു ഇൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് നിങ്ങൾ
mounted on the bed in between the headstock and tailstock, comma അതെങ്ങനെയാണ് സ്ലൈഡ് ചെയ്യുന്നത്? സ്ലൈഡ്സ് ഓൺ ദി ബെഡ് യൂസിങ് ഏത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു? ഗൈഡ് വേസ്. ഓക്കെ, പേരുണ്ട് ഗൈഡ് ചെയ്യുന്നതിന്. ഗൈഡ് വേസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് സ്ലൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ഇടയിൽ? ഇൻ ബിറ്റ്വീൻ ദി ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്കിൻ്റെയും ടൈൽ സ്റ്റോക്കിൻ്റെ ഇടയ്ക്ക്. ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ഫിഗർ നിങ്ങൾ ആ മൈൻഡിൽ വരണം. അപ്പോൾ ആ ഹെഡ് സ്റ്റോക്കിൻ്റെയും ടൈൽ സ്റ്റോക്കിൻ്റെ ഇടയ്ക്ക് സ്ലൈഡ് ചെയ്യൽ ആണ് ആരെ പണി എന്ന് പറയുന്നത്? നമ്മുടെ കാരേജിൻ്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, ഏത് യൂസ് ചെയ്തിട്ട്? ഗൈഡ് വേസ് യൂസ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഔട്ടർ ഗൈഡ് വേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൈഡ് വേസ് ഉണ്ട്, പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സാധാരണ വി ഓർ ഫ്ലാറ്റ് ടൈപ്പ് ഗൈഡ് വേസ് ആണ് നമ്മൾ സാധാരണ എന്തിൽ യൂസ് ചെയ്യുന്നത്? ലേത്ത് മെഷീൻസിൽ കാരേജുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി കാരേജിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫിഗറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരേജിൻ്റെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഏപ്രൺ, സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പാർട്സ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇത് വരുന്നത്, കാരേജ് വരുന്നത്. കാരേജിന് മൂവ്മെൻറ്റ് അത് ഏത് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ? നമ്മൾ മൊത്തം കാരേജ് എടുക്കുകയാണെങ്കിൽ കാരേജിന് ഏതാണ് മൂവ്മെൻറ്റ്? ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻ്റ് ആണ് വരുന്നത്. കാരേജിൻ്റെ ഉള്ളിൽ ടൂൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കാരേജിനെ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാരേജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കാരേജ് മൂവ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കമ്പോണൻസും പറയാം. ഫസ്റ്റ് വണ്ണാണ് ഏപ്രൺ. ഇവിടെ ഇരുന്നുണ്ട് കാരേജിൻ്റെ ഫസ്റ്റ് വൺ. ഏപ്രൺ എന്ന് പറഞ്ഞാൽ ബോട്ടം പോർഷൻ ഓഫ് ദി കാരേജ്. കാരേജിൻ്റെ ബോട്ടം പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏപ്രൺ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏപ്രൺ മെക്കാനിസം അത് കംപ്ലീറ്റ് എന്താണ്? ഞാൻ നേരത്തെ ഹെഡ് സ്റ്റോക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ഹോളോ അറ, ഒരു അറയായിട്ടാണ് എന്ത് പറയുന്നത്? ഏപ്രൺ എന്ന് പറയുന്നത്. ഈ ഏപ്രൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് എന്ത് പറയുന്നത്? നമ്മൾ കാരേജിൻ്റെ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റിന് വേണ്ട കംപ്ലീറ്റ് ഗിയർ, ക്ലച്ച്, അതുപോലെ ലിവർ. ഗിയർ, ക്ലച്ച്, ലിവർ, ഫീഡ് മെക്കാനിസത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഗിയർ, ക്ലച്ച്, ലിവറൊക്കെ നമ്മൾ എന്തിലാണ്? ഏപ്രണിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ കാരേജ് എന്ന് പറയുന്നത്, ഞാൻ ഫിഗർ വരയ്ക്കാം. ഇതാണ് കാരേജ് വരുന്നത്. കാരേജിൽ എന്ത് വരുന്നുണ്ട്? നമുക്ക് സാഡിൽ വരുന്നുണ്ട്, ക്രോസ് സ്ലൈഡ് വരുന്നുണ്ട്. ക്രോസ് സ്ലൈഡ് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റെസ്റ്റ് വരുന്നുണ്ട്. റഫ് ഫിഗറാണ്. കോമ്പൗണ്ട് റെസ്റ്റ് വരുന്നുണ്ട്. കോമ്പൗണ്ട് റെസ്റ്റ് കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? ടൂൾ പോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? ഇവിടെ ടൂൾ പോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇത് മൊത്തമാണ് നമ്മൾ കാരേജ് എന്ന് പറയുന്നത്. ഈ കാരേജിൻ്റെ ഈ പോർഷന് നമ്മൾ എന്ത് പറയുന്നത്? ഏപ്രൺ എന്ന് പറയുന്നത്. ഈ ഏപ്രണിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയറുകൾ, ക്ലച്ചുകൾ, അതുപോലെ ലിവേഴ്സൊക്കെ വരുന്നത് എവിടെയാണ്? ഈ ഏപ്രണിലാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം കാരേജിൻ്റെ ബോട്ടം പോർഷനാണ് ഇതെന്ന് പറയുന്നത് ഏപ്രൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ, അത് മൗണ്ടൻ ചെയ്തിട്ടുള്ള നമ്മുടെ സാഡിലാണ്. സാഡിൽ നമ്മൾ സ്ക്രൂ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ സാഡിൽ. ആൻഡ് അടുത്തത് അതാണ് എന്ത് വരുന്നത്? ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ സാഡിൽ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഗിയേഴ്സ്, ക്ലച്ചസ്, ലിവേഴ്സ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് carriage in longitudinal front and back motion. ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. അതായത് ഈ ഏപ്രൻ്റെ ഉള്ളിലുള്ള ഗിയർ, ക്ലച്ച്, ലിവർ, ഈ മെക്കാനിസംസ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? കാരേജിൻ്റെ മുന്നിലോട്ടും ബാക്കിലോട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഓപ്പറേഷനിലൊക്കെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ലിവർ വരും, ഹാൻഡ് വീല് വരും. ആ ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇൻ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കേണ്ട കേസുകളിൽ, അതായത് ത്രെഡ് കട്ടിങ്, ടേപ്പർ ടേണിങ് പോലുള്ള ഓട്ടോമാറ്റിക് കാരേജ് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യേണ്ട കേസുകളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഗിയേഴ്സും ക്ലച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഏപ്രണിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഏപ്രൺ എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ഏപ്രൺ ഈസ് മൗണ്ടഡ് ഓൺ ദി സാഡിൽ. അപ്പോൾ എന്താണ് സാഡിൽ എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഒരു കാരേജിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷൻ ഏതാണെന്ന് ചോദിക്കാം. നിങ്ങൾ എന്ത് ആൻസർ ചെയ്യണം? അവർ ആൻസർ ചെയ്യുന്നു ഏപ്രണ്, സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ടേഴ്സ്. ഏതാണ് ആൻസർ? ഏപ്രൺ. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഫീഡ് മെക്കാനിസത്തിന് വേണ്ട, അല്ലെങ്കിൽ ഒരു കാരേജിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ മോഷന് വേണ്ടിയിട്ടുള്ള ക്ലച്ച്, ഗിയർ തുടങ്ങിയിട്ടുള്ള മോഷൻ
പവർ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഏതാണ്? ഏപ്രൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് പറയുന്നത്? ഫസ്റ്റ് ഏപ്രൺ വന്നു, അടുത്ത ഏതാണ് പറയുന്നത്? സാഡിൽ എന്ന് പറയുന്നത് ബി അല്ലേ? നമ്മളെങ്ങനെ ഇട്ടുന്നത്? 2. നമ്മൾ ഫസ്റ്റത്തെ ഏപ്രൺ പറഞ്ഞു, സെക്കൻഡ് വൺ സാഡിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു സാഡിലാണ് ആര് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ഏപ്രൺ മൗണ്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് സാഡിൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ്. ഒരു എച്ച് ഷേപ്പ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. അതിലാണ് നമ്മൾ എന്ത് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ഏപ്രൺ മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതാണ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളിവിടെയുള്ള ക്രോസ് സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്നിട്ടുള്ള സാഡിലാണ്. ആക്ച്വലി സാഡിലാണ് എന്തിൻ്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്യുന്നത്? നമ്മളെ ബെഡിൻ്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്യുന്നത് ഏതാണ്? സാഡിലാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. എച്ച് ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതാ റഫ് ഫിഗറാണ് വരുന്നത്. ആക്ച്വലി ഇതാ ഈ ഒരു ഷേപ്പാണ് ഇതെന്ന് പറയുന്നത് സാഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പാണ് സാഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ്. ഇവിടെ ആയിരിക്കും നമ്മൾ ഏതെന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞു വി ഗൈഡ് വൈസ് ആണെങ്കിൽ ഗൈഡ് വൈസ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ക്യാരേജ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഏതെന്ന് പറയുന്നത്? ഏപ്രൺ മെക്കാനിസം. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ എച്ച് ഷേപ്പിലുള്ള ഈ ഭാഗം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളിനി അടുത്ത് പറയാൻ പോകുന്ന ക്രോസ് സ്ലൈഡ്. നമ്മളെ വർക്കിന്, അതായത് ഇവിടെ ആയിരിക്കും നമ്മളെ വർക്ക് വരുന്നത്. ഈ വർക്കിന് ക്രോസ് ആയിട്ട് ടൂൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ സംഭവത്തിന് അതാണ് ക്രോസ് സ്ലൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗൈഡ് വൈസ് ഉണ്ട്, ചെറിയ ഗൈഡ് വൈസ്. ആ ഗൈഡ് വൈസിൻ്റെ മേലെ കൂടാണ് ഏത് വർക്ക് ചെയ്യുക? ക്രോസ് സ്ലൈഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് സ്ലൈഡ്സ് ബിറ്റ്വീൻ. It is a H-shaped casting and it slides between headstock and tailstock. It slides between headstock and tailstock. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പറഞ്ഞു. ദെൻ തേർഡ് വൺ. ഇതാണ് തേർഡ് വൺ വരുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ സാഡിൽ കഴിഞ്ഞു. സാഡിൽ കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവം. നമ്മളെന്ത് പറയുന്നത്? ക്രോസ് സ്ലൈഡ്. ആ പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ മൂവ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ടെയിൽ സ്റ്റോക്ക് ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് പറഞ്ഞു, കാരേജ് ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് പറഞ്ഞു. ആ കാരേജ് ലോഞ്ചിറ്റ്യൂഡിലായിട്ട് മൂവ് ചെയ്യാൻ കാരണം ആരാണ്? സാഡിലാണെന്ന് പറഞ്ഞു. നോ, ഇനി ഇവിടെ എന്താണ് വരുന്നത്? ക്രോസ് സ്ലൈഡിൽ നമ്മൾ ടൂൾ അഥവാ നമുക്ക് ക്രോസ് ആയിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഈ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മൾ വർക്ക് പീസ് ഇങ്ങനെ വെക്കുന്നത്. ഇവിടെയാണ് ഹെഡ് സ്റ്റോക്ക്, ഇവിടെയാണ് ടെയിൽ സ്റ്റോക്ക്. ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് ടെയിൽ സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, നമ്മളെ കാരേജ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ക്രോസ് സ്ലൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മളെ ടൂള്, ഇതാണ് ടൂള്, നമ്മളെ ടൂള് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ക്രോസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു സാഡിൽ എന്ന് പറയുന്നത് എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ആ എച്ചിൻ്റെ ആ സെൻറ്ററിലുള്ള അവിടെയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മളെ ക്രോസ് സ്ലൈഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളെ കാരേജിൻ്റെ അടുത്ത പാർട്ടാണ് ക്രോസ് സ്ലൈഡ്. ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്രോസ് സ്ലൈഡ് എന്താണ്? ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി സാഡിൽ. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി സാഡിൽ. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി സാഡിൽ. എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? to move tool post in transverse direction എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ക്രോസ് ഡയറക്ഷൻ. അതിലേക്ക് നമ്മൾ പറയുന്നതാണ് ക്രോസ് ഫീഡിങ്. ഞാൻ പറഞ്ഞു ടൂളിൻ്റെ മൂവ്മെൻറ്റിന് നമ്മൾ എന്ത് പറയുന്നത്? ഫീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടൂളിൻ്റെ ക്രോസ് ഫീഡിങ്ങിന് അല്ലെങ്കിൽ ക്രോസ് ഡയറക്ഷൻ മൂവ്മെൻറ്റ് ഓഫ് ദി ടൂൾ പോസ്റ്റിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്രോസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ആൻഡ് ക്രോസ് സ്ലൈഡിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു സപ്പോർട്ട് കോമ്പൗണ്ട് റെസ്റ്റ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇതെന്ന് പറയുന്നത് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റും? ഈ ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ ഉള്ളൂ. അപ്പോൾ സാഡിലാണ് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? ക്രോസ് സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ക്രോസ് സ്ലൈഡ് ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് റെസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം? എച്ച് ഷേപ്പിലായിട്ടുള്ള കാസ്റ്റിംഗ് കാരേജിൽ ഏതാണെന്ന് ചോദിക്കാം. ഓപ്ഷൻ കൊടുക്കുന്നു: ആപ്രണ്, സാഡിൽ, കോമ്പൗണ്ട് റെസ്റ്റ്, ക്രോസ് സ്ലൈഡ്. ഏതാണ് ആൻസർ? സാഡിൽ. ഓക്കെ, അതുപോലെ നമ്മളോട് ചോദിക്കുന്നു ക്രോസ് സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ക്രോസ് സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്?
സാഡിലാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് സബ്മൂണെ സപ്പോർട്ട് ചെയ്യുന്നത്. നേരെ തിരിച്ചു വയ്ക്കാം. ക്രോസ് സ്ലൈഡ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് ക്രോസ് സ്ലൈഡ് കണക്ട് ചെയ്തിട്ടുള്ളത്? സാഡിലാണ് ഏത് കണക്ട് ചെയ്തിട്ടുള്ളത്? ക്രോസ് സ്ലൈഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളെ ടൂള് അല്ലെങ്കിൽ ടൂൾ പോസ്റ്റിന് ക്രോസ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏതിൻ്റെ ഫംഗ്ഷനാണ് അങ്ങനെ ടൂൾ പോസ്റ്റിൻ്റെ ക്രോസ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്? ആരാണ്? ക്രോസ് സ്ലൈഡ്. ഓക്കെ, അതുപോലെ ക്രോസ് സ്ലൈഡ് നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള ഫീഡിംഗ് ആണ് തരുന്നത്? ലോഞ്ചിറ്റ്യൂണൽ ഫീഡിങ്, ക്രോസ് ഫീഡിങ്, ബോത്ത് ഓഫ് ദ, നൺ ഓഫ് ദ അബോവ് എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാണ് ക്രോസ് സ്ലൈഡ് വഴി നമുക്ക് ഏതാ കിട്ടുന്നത്? ക്രോസ് ഫീഡിങ് അല്ലെങ്കിൽ ടൂളിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണ് ആദ്യം തരുന്നത്, നമുക്ക് ക്രോസ് സ്ലൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിടും? ഏപ്രൺ പറഞ്ഞു, സാഡിൽ പറഞ്ഞു, ദെൻ ക്രോസ് സ്ലൈഡ് പറഞ്ഞു. അടുത്ത ഇനി ആരാണ് പറഞ്ഞുള്ളത്? കോമ്പൗണ്ട് റെസ്റ്റ്. അപ്പോൾ നാലാമത്തത് അല്ലേ, കാരേജിലെ നാലാമത്തെ പാർട്സ് ആണ് കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റ് അല്ലെങ്കിൽ നമ്മളതിനെ കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതെവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? മൗണ്ടഡ് ഓൺ ഏതിലാണ്? ക്രോസ് സ്ലൈഡ് അല്ലേ? അല്ലടോ, ക്രോസ് സ്ലൈഡിലാണ് ഏത് വെച്ചിട്ടുള്ളത്? കോമ്പൗണ്ട് റെസ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയും ഫസ്റ്റ് മൗണ്ടഡ് ഓൺ ക്രോസ് സ്ലൈഡ്. ഇനി എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു കോമ്പൗണ്ട് റെസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്ലൈഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള സംഭവത്തിന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുകളിലുള്ളതെന്ന് പറയുന്നത് ടൂൾ പോസ്റ്റാണ്. ടൂൾ പോസ്റ്റിന് ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കോമ്പൗണ്ട് റെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ അതുപോലെ തന്നെ സപ്പോർട്ട് ദി ടൂൾ പോസ്റ്റ്, സപ്പോർട്ടിങ് ദി ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, അതന്നെ കൊടുക്കണമെന്നില്ല. നോ, എന്താണ് കോമ്പൗണ്ട് സ്ലൈഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ബൈ യൂസിങ് ദി കോമ്പൗണ്ട് റെസ്റ്റ് ഓർ സ്ലൈഡ് വി ക്യാൻ ടേൺ ദി ടൂൾ പോസ്റ്റ് ഓർ ടൂൾ. ഞാൻ ടൂൾ എഴുതുന്നു. വി ക്യാൻ ടേൺ ദ ടൂൾ any required angle in horizontal plane. പറയാം എന്താണെന്നുള്ളത്. ഇൻ ഹോറിസോണ്ടൽ പ്ലെയിൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ എന്തിനാണ് കോമ്പൗണ്ട് റെസ്റ്റ് അല്ലെങ്കിൽ സ്ലൈഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് സപ്പോസ് ഇതാണ് നമ്മളെ ടൂൾ. ഞാൻ ഇങ്ങനെയാണ് നമ്മളെ ടൂൾ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ടൂൾ വെച്ചിട്ടുള്ളത്. നമുക്ക് പല രീതിയിൽ വെക്കാം. ഞാൻ ഇങ്ങനെ ടൂൾ വെച്ചിട്ടുള്ളത്. എനിക്ക് ഈ ടൂളിനെ ഇതാണ് ഹോറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഹോറിസോണ്ടൽ പ്ലെയിനിൽ ഡിഫറെൻറ്റ് ആംഗിളിൽ നമ്മളെ ടൂളിനെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ലെയ്ത്തുകൾ നമുക്ക് ചെറിയ ആംഗിൾസേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബട്ട് നൗ ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ വരുന്ന ലെയ്ത്തുകളൊക്കെ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ആംഗിളിൽ നമുക്ക് നല്ല ആംഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും? ടൂളിനെ ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെന്തുണ്ടാവും? അതൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വർഷം പോകുന്നത് ചെറിയൊരു കെർവേച്ചറൊക്കെ ഉള്ള രീതിയിലുള്ളൊരു റൗണ്ട് സംഭവമായിരിക്കും. ആ റൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിഫറെൻറ്റ് ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 0 മുതൽ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ടൈപ്പർ ടേണിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൂളിനെ നമുക്ക് റിക്കേർഡ് ആംഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും? ടൂൾ പോസ്റ്റിനെ ടേൺ ചെയ്യാൻ പറ്റും. ടൂൾ പോസ്റ്റ് ടേൺ ചെയ്യുമ്പോൾ എന്ത് വരും? ടൂളും ചേഞ്ച് ചെയ്യും. ടൂൾ പോസ്റ്റ് പറഞ്ഞാൽ ജസ്റ്റ് ടൂളിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സാധനം എന്നേ ഉള്ളൂ. അപ്പോൾ ആ ടൂൾ പോസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏതും ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ടൂളും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. എന്താണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ ക്രോസ് സ്ലൈഡിന് മുകളിലുള്ളൊരു സാധനമാണ് കോമ്പൗണ്ട് റെസ്റ്റ്. അതാണ് നമ്മളെ ടൂളിനെയും ടൂൾ പോസ്റ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ടു ടേൺ അവർ ടൂൾ ഓർ ടൂൾ പോസ്റ്റ് ഇൻ പെർട്ടിക്കുലർ ആംഗിൾ. ഓക്കെ, അല്ലെങ്കിൽ റിക്വേർഡ് ആംഗിൾ ഇൻ ഹോറിസോണ്ടൽ പ്ലെയിൻ. ഹോറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ ടൂളിനെ റിക്വേർഡ് ആംഗിളിൽ ടേൺ ചെയ്യുക എന്ന് പറയുന്നതാണ് ആരെ വർക്ക് എന്ന് പറയുന്നത്? കോമ്പൗണ്ട് റെസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്ലൈഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, അതും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് ആപ്രോൺ പറഞ്ഞു, സാഡിൽ പറഞ്ഞു, ക്രോസ് സ്ലൈഡ് പറഞ്ഞു, കോമ്പൗണ്ട് റെസ്റ്റ് പറഞ്ഞു. ലാസ്റ്റ് ആരുടെ നമ്മളത് ടൂൾ പോസ്റ്റ്. സോ ഫിഫ്ത്ത് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, കാരേജിലെ ഫിഫ്ത്ത് കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് ടൂൾ പോസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല. എന്താണ് ഒരു ടൂൾ പോസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് പറയാം ടൂൾ പോസ്റ്റ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? കോമ്പൗണ്ട് റെസ്റ്റിൽ. ഓക്കെ, നമുക്ക് ഓരോന്ന് ഓർഡറിൽ തന്നെ പറയാം. മൗണ്ടഡ് ഓൺ കോമ്പൗണ്ട് റെസ്റ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ഈ കാരേജ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് എക്സാമുകൾക്ക്, മെക്കാനിക്കലിൻ്റെ ഒക്കെ ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഈ ഒരു കാരേജ് എന്ന് പറയുന്ന ഒരൊറ്റ പോർഷൻ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ, ഒരു ടോപ്പിക്കുമാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല, കമ്പോണൻസ് മതി. നമ്മൾ ഏപ്രൺ മെക്കാനിസം
ഏപ്രൺ മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് മെക്കാനിസം ഉണ്ട്. കോമ്പൗണ്ട് റെസ്റ്റിനെ കുറിച്ച് നമ്മൾ ആംഗിൾ സംഭവങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. സാഡലിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ ഗൈഡ് വേസിനെ കുറിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൈഡ് വേസ് ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. പക്ഷേ നമുക്കിവിടെ അതൊന്നും എന്തായാലും അത്രയും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കുറവാണ്. സോ ടൂൾ പോസ്റ്റ് എന്താണ്, എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? മൗണ്ടഡ് ഓൺ ദി കോമ്പൗണ്ട് റെസ്റ്റ്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് കട്ടിംഗ് ടൂൾ, സപ്പോർട്ട് അവർ കട്ടിംഗ് ടൂൾ ഇൻ ഡിസയേർഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് പീസ്, ഓക്കെ, ആ വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളെ ടൂൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൂൾ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് പാടില്ല, നമ്മൾ ടൂൾ വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളെ ടൂൾ മിസ്പ്ലേസ്ഡ് ആകാൻ പാടില്ല, നമ്മളെ ടൂൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പോയിന്റിൽ നിന്ന് ഡിസൈഡ് പൊസിഷൻ എന്താകാൻ പാടില്ല, മാറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മളെ ടൂള് നമ്മൾ ഫേമായിട്ട്, നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യണം. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടൂൾ പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ വർക്കിംഗ് ലെയ്ത്തിലൊക്കെ, അതായത് നമ്മളെ കോമൺ വർക്കിംഗ് ലെയ്ത്തിലൊക്കെ നമ്മൾ സിംഗിൾ പോയിൻറ്റ് ടൂൾ പോസ്റ്റ്, സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ, നിങ്ങളെ ലാബിലൊക്കെ പൊതുവേ കാണുന്ന ടൂൾ പോസ്റ്റിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഇതാ, ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ടാവും. ആ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ടൂൾ വെക്കും. ആ ടൂളിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ളത്. ഓക്കെ, പല ടൈപ്പ് ഉണ്ട്. ഒരു സിംഗിൾ ടൂൾ വെക്കുന്ന ടൂൾ പോസ്റ്റുകളുണ്ട്. മൾട്ടി നമ്പർ ഓഫ് ടൂൾസ്, 1, 2, 3, 4 ടൂളുകൾ വെക്കുന്നത്. മാക്സിമം 4 വരെയാണ് പൊതുവെ ഉള്ളത്. 4 വരെ ടൂളുകൾ വെക്കാവുന്ന ടൂൾ പോസ്റ്റുകൾ എന്താണ് ലെയ്ത്തുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടൂൾ പോസ്റ്റിനെ ഫേമായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് റിജിഡായിട്ട് ഹോൾഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല, മിസ്പ്ലേസ് ചെയ്യാതെ അതിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ജോബ് എന്ന് പറയുന്നത്, ടൂൾ പോസ്റ്റിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് കാരേജിൻ്റെ കമ്പോണൻസ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഏപ്രണ്, സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നിങ്ങളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എൻ്റെ ഓർമ്മ ഇതാണ്. നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യന് നമ്മളെ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്, ടൂൾ പോസ്റ്റ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ടൂൾ പോസ്റ്റ്, ഒരു ലേത്ത് മെഷീനിൽ ടൂൾ പോസ്റ്റ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? 4 ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, സാഡിൽ, ഏപ്രോണ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? കോമ്പൗണ്ട് റെസ്റ്റ്. ആ കോമ്പൗണ്ട് റെസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, മൗണ്ടഡ് ഓൺ കോമ്പൗണ്ട് റെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയൊരു ഇതാണ് ഇതെന്ന് പറയുന്നത്, കാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഓരോന്ന് എന്താ ചെയ്യുന്നത്, ഓരോന്ന് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 4ാമത്തെ കാരേജാണ് പറഞ്ഞത്. ഒന്നുകൂടെ നമ്മൾ ഏതൊക്കെയാണ് മെയിൻ കമ്പോണൻസ് ഓഫ് ലേത്ത് മെഷീൻ പറഞ്ഞത്? ബെഡ് പറഞ്ഞു, ഹെഡ് സ്റ്റോക്ക് പറഞ്ഞു, ടെയിൽ സ്റ്റോക്ക് പറഞ്ഞു, ദെൻ നമ്മൾ ഇത് പറഞ്ഞു, കാരേജ് പറഞ്ഞു. അപ്പോൾ പൊതുവേ നമ്മൾ ഇതുവരെയാണ് പറയാറുള്ളൂ കുറേ ബുക്കുകളിലൊക്കെ. എന്നാലും ഒരു പാട്ടും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നുണ്ട്. ചില ബുക്കിലൊന്നും പറയാറില്ല, എന്നാലും ഇവിടെ പറയുന്നു 5th വൺ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പറയുന്നുണ്ട്. 5th വൺ, ഫീഡ് മെക്കാനിസം. ഫിഫ്ത്ത് വൺ, ഫീഡ് മെക്കാനിസം. ഫീഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ടു ട്രാൻസ്മിറ്റ് ദ മോഷൻ ഫ്രം ദി ഹെഡ് സ്റ്റോക്സ് ടു കാരേജ്. ടു ട്രാൻസ്മിറ്റ് മോഷൻ ഫ്രം ഹെഡ് സ്റ്റോക്ക് ടു കാരേജ്. ഓക്കെ, നേരത്തെ വരച്ച ഫിഗറിൽ നിങ്ങൾക്കറിയാം, ഇവിടെയാണ് നമ്മൾ എന്ത് വരുന്നത്, ഹെഡ് സ്റ്റോക്ക് വരുന്നുണ്ട്. ഞാൻ റെഫർ വരയ്ക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് വരുന്നുണ്ട്, കാരേജ് വരുന്നുണ്ട്. നോ ലൈഫ് സെൻറ്റർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ഇതിലൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ട്, ഫീഡ് റോഡ് അല്ലെങ്കിൽ ലെഡ് സ്ക്രൂ. ഫീഡ് റോഡും അതുപോലെ ലെഡ് സ്ക്രൂവും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്, ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഫീഡ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ വരുന്ന ഹെഡ് സ്റ്റോക്കിൽ വരുന്ന മോഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫീഡ് ഗിയർ ബോക്സുമായി നമ്മുടെ ഫീഡ് റോഡ് അതല്ലെങ്കിൽ നമ്മുടെ ലെഡ് സ്ക്രൂ ആയി നമ്മൾ എന്തിലോട്ട് എത്തണം, കാരേജിലോട്ട് ആ മോഷൻ എത്തണം. ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫീഡ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്, ആ മോഷൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഏതാണ്, ഹെഡ് സ്റ്റോക്കാണ് വരുന്നത്. ഹെഡ് സ്റ്റോക്ക് എന്ന് നമ്മൾ പറയും എൻഡ് ബെഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. എൻഡ് ബെഡ് ഗിയേഴ്സ്. എൻഡ് ബെഡ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ വരുന്നത്, നിങ്ങൾ ഹെഡ് സ്റ്റോക്ക് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വരുന്ന ഗിയറുകളാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്. ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഏറ്റവും ഈ ഒരു എൻഡിലായിട്ട് വരുന്ന ഗിയറുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡ് ബെഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഈ എൻഡ് ബെഡ് ഗിയേഴ്സിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ എന്തിനാണ് അതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ടു ട്രാൻസ്മിറ്റ് മോഷൻ. To transmit motion from headstock spindle
ടു ഫീഡ് ഗിയർ ബോക്സ്. ഓക്കെ, ഇതാണ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു എൻഡ് ബെഡ് ഗിയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹെഡ് സ്റ്റോക്കിൽ നിന്നുള്ള സ്പിൻഡിലിൻ്റെ സ്പീഡ്, ഇവിടെയാണ് സ്പിൻഡിൽ വരുന്നത്, ഞാൻ പറഞ്ഞു ഇവിടെയാണ് സ്പിൻഡിൽ വരുന്നത്. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ സ്പീഡിന് എങ്ങോട്ട് കൊടുക്കുക, ഇവിടെ വരുന്ന ഫീഡ് ഗിയർ ബോക്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആരെ വർക്ക് എന്ന് പറയുന്നത്, എൻഡ് ബെഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ എത്തി, എൻഡ് ബെഡ് ഗിയേഴ്സ് നിന്ന് നമ്മളെ മോഷൻ എവിടെ എത്തി, ഫീഡ് ഗിയർ ബോക്സിലോട്ട് എത്തി. ഫീഡ് ഗിയർ ബോക്സ്. ഓക്കെ, ദെൻ ഫീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സ്പിൻഡിലൊരു 100 RPM റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കാരേജ് എത്ര വേണ്ടി വരിക, 1 millimeter ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ സ്പിൻഡിൽ 100 RPM റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 0.5 millimeter ആയിരിക്കും നിങ്ങളെ കാരേജ് മൂവ് ചെയ്യേണ്ടി വരിക. അപ്പം നമ്മളെ സ്പിൻഡിലിൻ്റെ സ്പീഡിനനുസരിച്ച് ഡിഫറെൻറ്റ് റേഷ്യോയിലായിരിക്കും നിങ്ങൾക്ക് കാരേജ് പല സമയത്തും പല ഓപ്പറേഷൻസിനും നമുക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഫീഡ് ഗിയർ ബോക്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഫീഡ് ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഗിയർ റേഷ്യോ. ഓക്കെ, നമ്പർ ഓഫ് ഗിയർ റേഷ്യോ പ്രൊഡ്യൂസ് ചെയ്യൽ, അതായത് ആരൊക്കെ നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്, നമ്മുടെ സ്പിൻഡിൽ സ്പീഡ് റേഷ്യോ, സ്പിൻഡിൽ സ്പീഡും അതുപോലെ കാരേജ് സ്പീഡ്, സ്പിൻഡിൽ സ്പീഡ് അല്ല, സ്പിൻഡിൽ മൂവ്മെൻറ്റും മോഷനും സ്പിൻഡിലാണ്. സ്പിൻഡിൽ മോഷനും കാരേജ് മോഷനും തമ്മിലുള്ള ഡിഫറെൻറ്റ് റേഷ്യോസ്, ഞാനത് മാത്തമാറ്റിക്കലി എഴുതിയല്ല, ഉദ്ദേശിച്ച റേഷ്യോ എന്നുള്ള ഉദ്ദേശം എഴുതിയിട്ടുള്ളൂ. സ്പിൻഡിൽ മോഷനും കാരേജ് മോഷനും തമ്മിലുള്ള ഡിഫറെൻറ്റ് റേഷ്യോ ഡിസൈഡ് ചെയ്യലാണ് ആരെന്ന് പറയുന്നത്, ഫീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി ആ ഫീഡ് ഗിയർ ബോക്സ് ഫിഗറിൽ വരച്ചിട്ടുണ്ട്. ആ ഫീഡ് ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ആ റേഷ്യോയിലുള്ള മൂവ്മെൻറ്റ് ആർക്കാണ് കിട്ടുന്നത്, ആ മൂവ്മെൻറ്റ് കിട്ടുന്നത് ലെഡ് സ്ക്രൂ ഓർ ഫീഡ് റോഡിനാണ്. ഓക്കെ, ലെഡ് സ്ക്രൂ അതല്ലെങ്കിൽ ഫീഡ് റോഡിനാണ്. നമ്മൾ സാധാരണ ത്രെഡ് കട്ടിങ്ങിന് ലെഡ് സ്ക്രൂ, അതുപോലെ ടേപ്പർ ടേണിങ്ങിനൊക്കെ ഫീഡ് റോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെഡ് സ്ക്രൂ അല്ലെങ്കിൽ ഫീഡ് റോഡിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട റേഷ്യോ എന്തായിരിക്കും, നിങ്ങളെ സ്പിൻഡിൽ 100 RPM റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 millimeter ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ എന്താണ്, നിങ്ങളെ സ്പിൻഡിൽ 100 RPM റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ലെഡ് സ്ക്രൂ 1 millimeter, അല്ലെങ്കിൽ ലെഡ് സ്ക്രൂ അതിനനുസരിച്ച് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ലെഡ് സ്ക്രൂ റൊട്ടേഷൻ ആയിരിക്കുക, millimeter അല്ല ലെഡ് സ്ക്രൂ. അപ്പോൾ 100 RPMൻ്റെ സമയത്ത് എന്തായിരിക്കും ലെഡ് സ്ക്രൂ ചിലപ്പം 1 RPM ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ 1 RPM ലെഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കാരേജ് മോഷനിലോട്ട് കൊടുക്കുന്നത് ആരാണ്, ഏപ്രൺ മെക്കാനിസം. ഓക്കെ, ഏപ്രൺ മെക്കാനിസം. എന്താണ് ഏപ്രൺ മെക്കാനിസത്തിൻ്റെ എന്ന് ഞാൻ പറയുന്നു, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇറ്റ് കണ്ടെയ്ൻ ഗിയേഴ്സ് ആൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് കണ്ടെയ്ൻ ഗിയേഴ്സ് ആൻഡ് ക്ലച്ചസ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ഫ്രം, അല്ലെങ്കിൽ പവർ ഒക്കെ ഒന്ന് തന്നെ, ടു ട്രാൻസ്മിറ്റ് മോഷൻ ഫ്രം എവിടുന്ന്, ലീഡ് സ്ക്രൂ അല്ലെങ്കിൽ ഫീഡ് റോഡിൽ നിന്ന്, ടു ട്രാൻസ്മിറ്റ് മോഷൻ ഫ്രം ഫീഡ് റോഡ് ഓർ ലോഡ് സ്ക്രൂ ടു കാരേജ്. അപ്പോൾ കാരേജിലോട്ട് എത്തിയില്ലേ മോഷൻ എന്ന് പറയുന്നത്. സോ ഏപ്രൺ മെക്കാനിസം എന്ത് ചെയ്യുന്നു, ആ മോഷൻ അങ്ങോട്ട് കൊടുക്കുന്നു, കാരേജിലോട്ട് മോഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഷൻ എവിടെ കിട്ടുന്നു, കാരേജിൽ കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്, ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഹെഡ് സ്റ്റോക്കിലുള്ള മോഷൻ, സ്പിൻഡിൽ മോഷൻ എൻഡ് ബെഡ് ഗിയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എവിടെ കിട്ടുന്നു, നമുക്ക് ഫീഡ് ഗിയർ ബോക്സിൽ കിട്ടുന്നു. ഫീഡ് ഗിയർ ബോക്സ് നമുക്ക് വേണ്ട റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ആ റൊട്ടേഷൻ എങ്ങോട്ട് കൊടുക്കുന്നു, ലെഡ് സ്ക്രൂവിലോട്ട് കൊടുക്കുന്നു. ലെഡ് സ്ക്രൂ ഏപ്രൺ മെക്കാനിസം, ആ ലെഡ് സ്ക്രൂവിൻ്റെ റൊട്ടേഷൻ, ലെഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലെഡ് സ്ക്രൂ ഈ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ റെക്കൻ പിനിയൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ മോഷൻ അങ്ങോട്ട് ഏപ്രൺ മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാരേജിലോട്ട് ആ മോഷൻ കൊടുക്കുന്നു. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ള 5 കമ്പോണൻസ് ആണ് ഒരു ലേത്ത് മെഷീൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു, ബെഡ്, ആ കംപ്ലീറ്റ് പോയിന്റുകൾ ഓർത്ത് നോക്കുക, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, ദെൻ ഫീഡ് മെക്കാനിസം. ഓക്കെ, എന്തായാലും ലേത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ് നിങ്ങൾക്ക്. ഓക്കെ ആണല്ലോ, ക്ലിയർ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ലേത്ത് ആക്സസറീസ്. എന്താണ് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇത്രയും പറഞ്ഞാണ് ബേസ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുമ്പോൾ, നമ്മളിപ്പോൾ ലേത്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ, ഇതെന്തായാലും എല്ലാ ലേത്തിലും ഉണ്ടാകും, അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇതെന്ന് പറയുന്നത് ആക്സസറീസ് എന്ന് പറയുന്നത്. അതായത് വർക്ക് പീസിനെ ഇതിനെയും കൂടുതൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഓപ്പറേഷൻ അങ്ങോട്ടുകൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് ആക്സസറീസ് നോക്കാം.